ദൈവവചനം വായിക്കുമ്പോൾ കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, ജോണെ ബൈബിൾ വായിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിന് ഞാൻ 4-5 ഉത്തരങ്ങൾ പറഞ്ഞു. നിങ്ങൾ ഓർമ്മിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന്, ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് ദൈവമായിട്ടുള്ള കൂട്ടായ്മ ഉണ്ടാവും, ഫെലോഷിപ്പ് ഉണ്ടാകും. ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് ആത്മീയ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാനായി കഴിയും. എന്നാൽ എന്നെ സ്വാധീനിച്ച വാചകമാണ് ഞാൻ പറയുന്നത്. ബൈബിൾ വായിക്കുമ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു, ജോണേ, ഈ വാക്കുകൾക്ക് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഈ പുസ്തകത്തിലെ വാക്കുകളല്ല നിന്നെ സ്വാധീനിക്കുന്നത്, പകരം ഈ വാക്കുകൾ വാസ്തവത്തിൽ ദൈവത്തിലേക്ക് നിന്നെ കൊണ്ടുപോവുക ചെയ്യുന്നത്. എന്നെ അത് വളരെ സ്വാധീനിച്ചു. എന്ന് പറഞ്ഞാൽ ഞാനും ദൈവം നമ്മളുടെ റിലേഷനിലേക്ക് അല്ലെങ്കിൽ കൂട്ടായ്മയിലേക്ക് കൊണ്ടുപോകും. ആ കൂട്ടായ്മയിലായിരിക്കുന്ന സമയത്ത് എന്ത് വാക്കാണോ ഞാൻ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നത്, അതാണ് എൻ്റെ അത്ഭുതങ്ങളുടെ രഹസ്യം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ബൈബിൾ വായിക്കാത്ത, ബൈബിൾ വായുമായി പരിചയമില്ലാത്ത ഒരാൾക്ക് ഇത് എന്താണെന്ന് പോലും മനസ്സിലായി കാണത്തില്ല. അവർക്ക് എന്തായി പറയുന്നത് പിടികിട്ടത്തില്ല. പക്ഷെ സിമ്പിളായിട്ട് പറയാം, ബൈബിൾ പറയുന്നത് ബൈബിൾ മെഡിറ്റേറ്റ് ചെയ്യണം, ധ്യാനിക്കണം. ധ്യാനിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് ഞാൻ പറഞ്ഞേ. നമ്മുടെ അകത്തേക്ക് ബൈബിൾ വായിക്കുമ്പോൾ ചില ചിന്തകളുണ്ടാകും. ആ ചിന്തകളുടെ അടിസ്ഥാനം എന്താണെന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ വിശദീകരിച്ചു. ഇന്ന് ഞാൻ വിശദീകരിക്കാൻ എനിക്ക് പ്രയാസമാണ്. കേട്ടിട്ടില്ലാത്തവർ കഴിഞ്ഞ ആഴ്ചത്തെ യൂട്യൂബിലെ മെസ്സേജ് കേട്ടാട്ട് ഒരു നല്ല ആമയും പറഞ്ഞേ. കുറച്ചും കൂടെ കയറി പറയാം. ഞാൻ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ എൻ്റെ അകത്ത് ലഭിക്കുന്ന വചനത്തിനെ അല്ലെങ്കിൽ ബോധ്യങ്ങൾക്ക് ഞാൻ ഇന്ന് വിളിക്കുക റേമോ വേർഡെന്ന് ഒരു പക്ഷേ പറയാം. എന്നാൽ അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് പറയാം? ദ വേർഡ് ഓഫ് ദ ലോർഡ്. ഒരു നല്ല ആമേൻ പറഞ്ഞാൽ എൻ്റെ അകത്തേക്ക് ഞാൻ ദൈവവചനത്തെ ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദമാണ് എൻ്റെ അകത്തേക്ക് വരുന്നത്. ദൈവത്തിനെ വായിക്കുമ്പോൾ എൻ്റെ അകത്തേക്ക് വരുന്ന ശബ്ദത്തിന് വലിയ കാര്യങ്ങൾ കൊണ്ടുവരുവാനേ കഴിയും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാൻ വേദപുസ്തകത്തിൻ്റെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു ആത്മീയ രഹസ്യം ഞാൻ പറയാം. ദൈവം എന്ത് ചെയ്യുന്നതും അവൻ്റെ വാക്കുകളിലൂടെയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവൻ്റെ വാക്കുകൾ ഇല്ലാതെ ഒരു കാര്യവും ദൈവം ചെയ്തതായി ഞാൻ കണ്ടില്ല. നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ദൈവം ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ അത് അവൻ ചെയ്യുന്നത് അവൻ്റെ വാക്കുകളിലൂടെയാണ്. ദൈവത്തിനെ വായിക്കുമ്പോൾ നമ്മുടെ അകത്ത് നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരുന്നു. ആ ബന്ധത്തിലേക്ക് വരുന്ന സമയത്ത് ദൈവം തൻ്റെ വാക്കുകളെ എൻ്റെ ഹൃദയത്തിൽ തരും. അതിനെ വേദപുസ്തകം വിളിക്കുന്നത് വേർഡ് ഓഫ് ദ ലോർഡ് എന്നാണ്, ദൈവത്തിൻ്റെ ശബ്ദം എന്നാണ്. ആ ശബ്ദം എവിടെ ആര് വിളിച്ചു പറയുന്നുവോ അവിടെ ആ മിറക്കിൾസ് ഉണ്ടാകുന്നത്, അവിടെ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത്. ഞാനിന്ന് രാവിലെ ജിജോ ബ്രദറിനായിട്ട് സംസാരിക്കുമോ. കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിനെ കുറിച്ചായിരുന്നു ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചു. ഇന്ന് രാവിലെ യാത്ര ചെയ്യുന്ന സമയത്ത് ജിജോ ബ്രദറിനോട് പറഞ്ഞു, ബ്രദറെ എന്ന് പറഞ്ഞാൽ ബ്രദറിനോട് ഒരിക്കൽ കർത്താവ് പറഞ്ഞു, മിറക്കിൾസ് ആർ നോർമൽ, അത്ഭുതങ്ങൾ സാധാരണമാണ്. ആ വാചകം ദൈവത്തിൻ്റെ ശബ്ദമല്ല. ഞാൻ പറഞ്ഞു അത് ദൈവത്തിൻ്റെ ശബ്ദമാണ്. എന്നാണോ അത് എന്നോട് ഇടപെട്ടത്, അത് എന്നാണോ ഞാൻ അതേപോലെ വിളിച്ചു പറഞ്ഞത്, ആ ദിവസം അത്ഭുതങ്ങളുടെ ദിവസമാണ്. ആമേൻ എന്ന് പറഞ്ഞാൽ ദൈവാത്മാവ് നിങ്ങൾക്ക് തരുന്ന ഏത് ശബ്ദവും അത്ഭുതങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യും. ഇന്ന് പകൽ നിങ്ങളുടെ ലൈഫിൽ ഒരു അത്ഭുതത്തെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് വേണ്ടത് ജോൺ ദാരു ബ്രദറിൻ്റെ തലയിലെ കൈവപ്പല്ല, ജോൺ ദാരു ബ്രദറിൻ്റെ പ്രാർത്ഥനയല്ല. അതൊക്കെ ആവശ്യമാണ്, അതൊക്കെ നല്ലതാണ്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടത് ദൈവം എന്നോട് ഇടപെട്ട ശബ്ദമാണ്. നിങ്ങൾക്ക് വേണ്ടത് ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങളുടെ അകത്തേക്ക് വന്നാൽ അത് സകലത്തെയും ഡെലിവറി ചെയ്യാനായി തുടങ്ങും. എനിക്ക് സങ്കീർത്തനത്തിലൊരു വാക്യം ഇഷ്ടം. ആ വാക്യം എങ്ങനെയാണ്? ദൈവത്തിൻ്റെ ശബ്ദം മാൻപേടയെ പ്രസവിക്കുമാറാക്കുന്നു. നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. 29 സങ്കീർത്തനത്തിലാണ് നമ്മൾ വായിക്കുന്നത്. ആ വാക്യത്തെ ഞാൻ ഒരിക്കൽ വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു, ദൈവത്തിൻ്റെ കനമുള്ള ശബ്ദമായിരിക്കും, ഭയങ്കര ശബ്ദമായിരിക്കും. ആ ശബ്ദം കേട്ടിട്ട് മാൻ അറിയാതെ പ്രസവിക്കുന്നതിനെ കുറിച്ചായിരിക്കും പറയുന്നത്. ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചിരുന്നത്. പക്ഷെ ഇന്ന് എനിക്കൊരു കാര്യം അറിയാം, മാൻ ഭയപ്പെട്ട് പ്രസവിക്കുന്നതിനെ കുറിച്ചല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. പകരം ദൈവശബ്ദം എവിടേക്ക് ചെല്ലുന്നുവോ അവിടെ ഡെലിവറൻസുകൾ ഉണ്ടാകാനായി തുടങ്ങും. കൈകളടിച്ചിരുന്നല്ലേ ആമേൻ പറ. ശബ്ദം ഹല്ലേലൂയ പറ. ഇന്ന് പകൽ നിങ്ങൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങിയാൽ
അവിടെ ചിലതുണ്ടാകാനായി തുടങ്ങും. അവിടെ ചിലതുണ്ടാകാനായി തുടങ്ങും. അവിടെ ചില ഡെലിവറൻസുകൾ ഉണ്ടാകാൻ തുടങ്ങും. കഴിഞ്ഞില്ല. ദൈവത്തിൻ്റെ വചനം എവിടെ ചെല്ലുന്നു അവിടെയെല്ലാം ഒരു പുതിയ ജനനം ഉണ്ടാകാൻ തുടങ്ങും. അതുകൊണ്ട് മാൻപേടയെ പ്രസവിക്കുമാറാക്കുന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ചിലരോട് എനിക്ക് പറയാനുള്ളത്, ചില ഡെലിവറൻസുകൾ അവിടെ ഉണ്ടാകാൻ പോകുന്നു. ഞാൻ പ്രസംഗിക്കുന്ന ദൈവവചനത്തിനെ നിങ്ങളെ വിടുവിക്കാനായി കഴിയും. ഞാൻ പ്രസംഗിക്കുന്ന ദൈവവചനത്തിനെ നിങ്ങളെ ഡെലിവർ ചെയ്യാനായി കഴിയും. ഞാൻ പ്രസംഗിക്കുന്ന ദൈവവചനത്തിനെ നിങ്ങൾക്ക് ഒരു പുതിയ ജനനം തരാൻ കഴിയും. ഞാൻ പ്രസംഗിക്കുന്ന ദൈവവചനത്തിനെ ചിലതിനെ ഉളവാക്കാനായി കഴിയും. ഞാൻ പ്രസംഗിക്കുന്ന ദൈവവചനത്തിനെ ഒരു നല്ല ആമേൻ പറ, നല്ല ആമേൻ പറ. ഇതുവരെ ഉളവാക്കാത്തത് ഉളവാക്കുവാൻ അതിന് കഴിയും. ഞാൻ പ്രസംഗിക്കുന്ന ദൈവവചനത്തിനെ നിങ്ങളിൽ ഇതുവരെ വിടുതൽ കൊണ്ടുവരാൻ കഴിയാത്ത ഏത് കാര്യമാണോ ഈ പകൽ അതിന് വിടുതൽ കൊണ്ടുവരാൻ കഴിയും. ഞാൻ പ്രസംഗിക്കുന്ന ദൈവവചനത്തിന് ഒരു പുതിയ ജനനത്തെ കൊടുക്കാൻ കഴിയും. കുറച്ചും കൂടെ കയറി പറയുക, ഞാൻ പ്രസംഗിക്കുന്ന ദൈവവചനത്തിന് ഒരു ജീവനെ പുറത്തു കൊണ്ടുവരാനായി കഴിയും. ഞാനതിന് അടിസ്ഥാനമായി ചില ചിന്തകൾ കൂടെ പറഞ്ഞു. ആ വാക്യത്തിലേക്ക് വന്നിട്ട് ഇന്നത്തെ ചിന്തയിലേക്ക് വരാം. 1 ശമൂവേൽ 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെയില്ലായിരുന്നു. ഞാൻ ആ വാചകം പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, നോക്ക്, ദൈവത്തിൻ്റെ വചനം അവിടെ ഇല്ലായിരുന്നു, ദുർലഭമായിരുന്നു എന്ന വാക്കിനെ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ബൈബിളില്ലായിരുന്നു എന്നാണ്, അല്ലെങ്കിൽ ബൈബിളിൻ്റെ സ്ക്രോളുകളില്ലായിരുന്നു എന്നാണ്, ബൈബിൾ കിട്ടാനില്ലായിരുന്നു എന്നാണ്, അല്ലെങ്കിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനമില്ലായിരുന്നു എന്നാണ്. അന്ന് അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അന്നും സുനഗോഗുകളിൽ യഹൂദൻ്റെ ആലയങ്ങളിൽ എന്ത് പ്രസംഗിക്കുന്നുണ്ട്, അന്നും ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നുണ്ട്. പക്ഷേ അവിടെ എഴുതിയിരിക്കുന്ന വചനത്തിൻ്റെ പ്രത്യേകത, ദൈവത്തിൽ നിന്ന് കേട്ടുപറയുന്ന വചനം അന്നില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശബ്ദമായിട്ട് ആരുമില്ലായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ശബ്ദം ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്ന് പറഞ്ഞാൽ അതിനെയാണ് അവിടെ ദൈവവചനമില്ലായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് ദൂത് പറയട്ടെ, ഈ ദിനങ്ങളിൽ ദൈവസഭയിൽ ഉണ്ടാകാൻ പോകുന്നത് ദൈവശബ്ദമായി ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കും. സഭയ്ക്ക് വേണ്ടത് പ്രസംഗകരെ അല്ല, ദൈവശബ്ദത്തെ ഡെലിവറി ചെയ്യുന്നവരെയാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, സഭയ്ക്ക് വേണ്ടത് പ്രസംഗിക്കുന്നവരെ അല്ല, ദൈവശബ്ദത്തെ ഡെലിവറി ചെയ്യുന്നവരെയാണ്. ഈ ദിവസങ്ങളിൽ സഭയ്ക്ക് വരാൻ പോകുന്ന ദൂത്, സഭയിൽ പ്രസംഗിക്കുന്നവരല്ല, ദൈവശബ്ദത്തെ ഡെലിവറി ചെയ്യുന്ന ആളുകൾ വരും. ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ചർച്ചിൽ പ്രസംഗിക്കുന്നവരല്ല വേണ്ടത്, ദൈവശബ്ദത്തെ തുറന്നു വിടുന്നവർ, ദൈവശബ്ദത്തെ പ്രസവിക്കുന്നവർ, ദൈവശബ്ദത്തെ പ്രസവിക്കുന്നവർ. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ആമേൻ പറ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ദൈവശബ്ദം എവിടെയെല്ലാം പ്രസംഗിക്കുന്നുവോ ദൈവത്തിന്റെ ശബ്ദത്തിനോടൊപ്പം തന്നെ ഒരു സംഭവം ഉണ്ടാകും, അവിടെ ദർശനമുണ്ടായി വരും. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. മാനിഫെസ്റ്റേഷൻ ഉണ്ടായി വരും. ദൈവത്തിന്റെ ശബ്ദം എവിടെയെല്ലാം സംസാരിക്കുന്നുവോ അവിടെ 3-4 കാര്യങ്ങളുണ്ടാകും. കേൾക്കുന്നയാൾക്ക് ദർശനമുണ്ടാകും, പറയുന്നയാൾക്ക് ദർശനം ഉണ്ടാകും, കേൾക്കുന്നയാൾക്ക് മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ദൈവശബ്ദം എന്ന് പറയുന്നത് അത് ശബ്ദമായിട്ട് മാത്രമല്ല വരുന്നത്, അത് അവൻ്റെ ആളത്വമായാണ് വരുന്നത്. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം, ഭയങ്കര ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പറയുന്നത് എനിക്കൊരു ചിന്ത ലഭിച്ചു, അത് ചിന്തയായിട്ട് ഞാൻ പറയത്തില്ല, അത് ദൈവത്തിൻ്റെ ശബ്ദമാണ്. ആ ശബ്ദം നിങ്ങളുടെ അകത്തേക്ക് വരുമ്പോൾ നിങ്ങൾ അറിയേണ്ടത് അത് വെറും ഒരു ശബ്ദമല്ല, ദൈവം ആളത്തമായി നിങ്ങളുടെ അടുക്കലുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒന്നുകൂടെ പറയാം, ദൈവം ആളത്വമായി നിങ്ങളുടെ അടുക്കലുണ്ട്. ദൈവം ആളത്വമായി നിങ്ങളുടെ അടുക്കലുണ്ട് എന്ന് പറഞ്ഞ പുസ്തകം ധ്യാനിക്കുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ മാനിഫെസ്റ്റേഷൻ ഉണ്ട്. വചനം ധ്യാനിക്കുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ മാനിഫെസ്റ്റേഷൻ ഉണ്ട്.
ദൈവത്തിന്റെ ശബ്ദം എവിടെ ആരെങ്കിലും കേൾക്കുന്നുവോ ആ ശബ്ദത്തിനോടൊപ്പം മാനിഫെസ്റ്റേഷൻ ഉണ്ട്. ആരെങ്കിലും ശബ്ദം വിളിച്ചു പറഞ്ഞാൽ ആ ശബ്ദത്തിനോടൊപ്പം മാനിഫെസ്റ്റേഷൻ ഉണ്ട്. ഒന്നും കൂടെ ഞാൻ ചിലർ ദൂതായി പറയുക, നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദം നിങ്ങളുടെ മുറിയിലിരുന്ന് കേൾക്കുമ്പോ അത് കേട്ടു എന്ന് പറയരുത്, അവിടെ ദൈവം വെളിപ്പെട്ടു എന്ന് പറയണം. അവിടെ ദൈവം വെളിപ്പെട്ടു എന്ന് പറയണം. അതൊരു ശബ്ദമല്ല, അത് ദൈവം തന്നെയാണ്. അതൊരു ശബ്ദമല്ല, അത് ദൈവം തന്നെയാണ്. കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ശ്രദ്ധിച്ചേ, ഇങ്ങനെ പറഞ്ഞു, അബ്രഹാം ദൈവത്തിന്റെ ശബ്ദം കേട്ടു, അവൻ വേർഡ് ഓഫ് ദി ലോർഡ് കേട്ടു. പക്ഷേ വെറും ഒരു ശബ്ദമായിട്ടല്ല അബ്രഹാം കേട്ടത്, അതിനോടൊപ്പം ദർശനങ്ങൾ വന്നു, അതിനോടൊപ്പം മാനിഫെസ്റ്റേഷൻ വന്നു. അബ്രഹാമിന്റെ കൈ പിടിച്ച് ദൈവം നേരെ പുറത്തോട്ട് കൊണ്ടുപോകുന്നത് കാണാം. നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അത് ശബ്ദമായിട്ട് മാത്രമാണ് ചിന്തിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, ആ ശബ്ദം തോന്നുമ്പോൾ, എൻ്റെ ഹൃദയത്തിൽ ദൈവശബ്ദം കേൾക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ നോക്കണം, ഈ ഇടത്താരാ നിൽക്കുന്നത്, വലത്താരാ നിൽക്കുന്നത്, എൻ്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടോ, എൻ്റെ മുമ്പിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞാൽ ആ ദൈവശബ്ദത്തിനോടൊപ്പം ഒരു മാനിഫെസ്റ്റഡ് പ്രസൻസ് ഉണ്ട്. മാനിഫെസ്റ്റഡ് പ്രസൻസ് ഉണ്ട്. മാനിഫെസ്റ്റഡ് പ്രസൻസ് ഉണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകേണ്ടതിന് പറയാം, ഞാൻ ആരാധിക്കുന്ന ഇടത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അതിനേക്കാൾ എനിക്ക് ഇഷ്ടമുള്ളത്, ഞാൻ വചനം ധ്യാനിക്കുമ്പോൾ അവൻ തന്നെ അവിടെ ഉണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ വേർഡ് ധ്യാനിക്കുമ്പോൾ അവൻ തന്നെ അവിടെ ഉണ്ട്. ഞാൻ വേർഡ് ധ്യാനിക്കുമ്പോൾ അവൻ തന്നെ അവിടെ ഉണ്ട്. അതുകൊണ്ടാ സങ്കീർത്തനത്തിൽ പറഞ്ഞത്, എൻ്റെ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കുന്നവൻ. എല്ലാവരും പറഞ്ഞേ, അവൻ എങ്ങനെ ഇരിക്കും? തോട്ടരുകത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലിരിക്കും എന്ന് പറഞ്ഞേ. അവൻ എന്തിരിക്കും? അവൻ തോട്ടരുകത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലിരിക്കും. അടുത്ത വാചകം എന്തറിയോ? അവൻ ഇലവാടുകയില്ല. അതിന്റെ അർത്ഥം മനസ്സിലായോ? ഒരു സീസണും അവനെ തൊടുകയില്ല, ഒരു ക്ലൈമറ്റും അവനെ തൊടുകയില്ല, ഒരു സാഹചര്യവും അവനെ തൊടുകയില്ല. ധ്യാനിക്കുന്നവനെ ഒന്നും തൊടത്തില്ല. വേർഡിനെ ധ്യാനിക്കുന്നവനെ ഒന്നും തൊടുകയില്ല. കഴിഞ്ഞില്ല. വേർഡ് ധ്യാനിക്കുന്നതിനെ കുറിച്ച് പറയുക, അവൻ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും, അവനിൽ ചിലത് ഉളവായിക്കൊണ്ടേയിരിക്കും, അവനിൽ ഫലങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇന്ന് ചിലരെ നോക്കി ഒരു ദൂത് പറയുക, ഞാന് എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറ. ഈ ദിവസങ്ങളിൽ നീ അനുഭവിക്കാൻ പോകുന്നത്, ഞാൻ സഭയോടൊരു ദൂത് പറയട്ടെ, സഭയോടൊരു ദൂത്. സഭ വചനത്തിൽ വേരൂന്നിയാ ഇരിക്കുന്നതെങ്കിൽ ഒരു വെയിലും അതിനെ തൊടത്തില്ല, ഒരു കാലവും അതിനെ തൊടത്തില്ല, ഒരു സാഹചര്യം അതിനെ തൊടത്തില്ല. എനിക്ക് സഭയിൽ കുറച്ചുപേരെ അറിയാം, അവർ പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ കുറച്ചുപേരെ, വളരെ കുറച്ചുപേരെ പോലും അറിയത്തില്ല, ധ്യാനിക്കുന്നവരെ അറിയത്തില്ല. എന്നാൽ വചനം ധ്യാനിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അവരുടെ സാഹചര്യങ്ങൾ ഒന്നും അവരെ വാട്ടുകയില്ല, അവരെ തളർത്തുകയില്ല, ഫെയിൻ്റ് ആകുകയില്ല, ക്ഷീണിച്ചു പോകത്തില്ല, തളർന്നു പോകത്തില്ല, ഇടർച്ചപ്പെടുകയില്ല, വേദനിക്കപ്പെടുകയില്ല. ഒരു പാസ്റ്റർ ഒരിക്കൽ എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, പാണ്ടായി പോയില്ലേ. ഞാൻ അദ്ദേഹത്തെ നോക്കി ചിരിച്ചു. അതിന്റെ കാരണം എന്താണെന്നറിയോ? ആ മനുഷ്യൻ പറഞ്ഞ വാക്ക് കേട്ടിട്ട് ഞാൻ ഫെയിൻ്റായി പോകത്തില്ല. വാടാത്ത വൃക്ഷമാണ്, വാടാത്ത വൃക്ഷമാണ്. അടുത്തിരിക്കുന്നവരോട് പറ, വാടാത്ത വൃക്ഷമാണ്, വാടാത്ത വൃക്ഷമാണ്. സാഹചര്യങ്ങളിൽ വാടാത്തത് ആരാന്ന് ചോദിച്ചാൽ, ആരാണോ ധ്യാനിക്കുന്നത് അവരാണ് വാടാത്തത്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന കുറച്ചും കൂടെ ഉള്ളിലേക്ക് വരുന്നേ ഉള്ളൂ ഞാൻ, കേട്ടോ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ധ്യാനിക്കുമ്പോൾ ഞാൻ
ദൈവത്തിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. ഞാൻ ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. ആ കേൾക്കുന്നതാണ് എൻ്റെ വാട്ടമില്ലായ്മയുടെ കാരണം. പ്രതിസന്ധി വരത്തില്ലെന്നുമല്ല, വെയിലടിക്കത്തില്ലെന്നല്ല എൻ്റെ അർത്ഥം. പക്ഷെ അകത്തുള്ളത് പുറത്തേക്ക് ചലിക്കാൻ തുടങ്ങും. അകത്തുള്ളത് പുറത്തേക്ക് ചലിക്കാൻ തുടങ്ങും. അകത്തുള്ളത് പുറത്തേക്ക് ചലിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് യോശുവയോട് ദൈവം പറഞ്ഞത്, നിന്റെ ജീവിതകാലത്ത് ഒരുത്തനും നിന്റെ നേരെ നിൽക്കത്തില്ല. നിന്റെ ജീവിതകാലത്ത് ഒരുത്തരും നിന്റെ നേരെ നിൽക്കത്തില്ല. സഭയോട് ഞാനൊരു ദൂത് പറയുക, സഭയെ നിന്റെ നേരെ ഒരുത്തനും നിൽക്കുകയില്ല. നിനക്ക് നേരെ ഒരുത്തനും നിൽക്കുകയില്ല. നിന്റെ ജീവിതകാലത്ത് ഒരുത്തരും നേരെ നിൽക്കുകയില്ല. അടുത്ത വചനം പറയുക, ഞാൻ മോശയോട് കൂടി ഇരുന്നത് പോലെ നിന്റെ കൂടെ ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഞാൻ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ജനത്തിനെ വിഭാഗിക്കും. ഞാനത് ചെയ്യാം. എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ച ന്യായപ്രമാണം അനുസരിച്ച് നടക്കേണ്ടതിന് ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കുക. നീ ചെല്ലുന്നിടത്തേക്കെയും ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ ന്യായപ്രമാണത്തിൽ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ചു നടക്കേണ്ടതിനെ നീ രാവും പകലും അതിനെ ധ്യാനിക്കണം. കുറച്ചും കൂടെ നന്നായി പറഞ്ഞാൽ, നിന്റെ ഹൃദയത്തിൽ അത് വ്യാപരിക്കാൻ തുടങ്ങണം. നിന്റെ ഹൃദയത്തിൽ അത് വ്യാപരിക്കാൻ തുടങ്ങണം. നിന്റെ വായിൽ അത് വ്യാപരിക്കാൻ തുടങ്ങണം. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറ, മനസ്സിൽ വെക്കുക മാത്രമല്ല വായിൽ വെക്കണം. മനസ്സിൽ വെക്കുക മാത്രമല്ല വായിൽ വെക്കണം. ദൈവത്തിന്റെ വചനം മനസ്സിൽ വെക്കുക മാത്രമല്ല വായിൽ വെക്കണം. വായിൽ വെക്കുന്ന ആളിനോട് പറയുക, ആരാണോ ദൈവവചനം ധ്യാനിക്കുകയും വായിൽ വെക്കുകയും ചെയ്യുന്നത് അവനോട് ദൈവം കൂടിയിരിക്കാനായി തുടങ്ങും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൈവം കൂടിയിരിക്കുക എന്ന് പറയുന്നിടത്തും വചനം നൽകുക എന്ന് പറയുന്നിടത്തും രണ്ടായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറയാമോ? ദൈവം അവൻ്റെ ഭയങ്കര കാര്യമോ? എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാമോ? ദൈവത്തെ നമുക്ക് നൽകുന്നത് അവൻ്റെ വാക്കുകളിലൂടെയാ. കുറച്ച് കട്ടിയായി പോയി. ഞാനൊന്നും കൂടെ പറയാമെന്ന് എനിക്ക് തോന്നുന്നു. എങ്ങനെ അത് വിശദീകരിക്കുന്നത് എനിക്ക് അറിയത്തില്ല. ദൈവം അവനെ നമുക്ക് നൽകുന്നത് അവൻ്റെ വാക്കുകളിലൂടെയാ. അത്രയും കൊണ്ടങ്ങ് അവസാനിപ്പിക്കാം, അവിടോട്ട് പോകണ്ട. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞേ. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, ദൈവം നമുക്ക് അവനെ നൽകുന്നത് എങ്ങനെയാ ജിജോ തരുന്നത്? അവൻ്റെ വാക്കുകളിലൂടെയാ. ആ വാക്കുകൾ എൻ്റെ അകത്ത് വരുമ്പോ വാസ്തവത്തിൽ അവൻ തന്നെയാണ് എൻ്റെ അകത്ത് വരുന്നത്. യോശുവയുടെ ദൈവം പറയുക, നീ എൻ്റെ വചനം ധ്യാനിക്കണം. എൻ്റെ വചനം നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. അത് നിന്റെ വായിലിരിക്കണം. നിങ്ങൾക്കൊരു ഹല്ലേലൂയ പറയാമോ? ഞാൻ പലപ്പോഴും യോശുവയെ പഠിച്ചിട്ടുണ്ട്. ഒരു ഹല്ലേലൂയ പറയാമോ? യോശുവയുടെ സക്സസിന്റെ രഹസ്യം പുസ്തകത്തിന്റെ ആരംഭത്തിൽ എഴുതിയിരിക്കുക, അവൻ വേർഡുമായും അവൻ വചനവുമായി ധ്യാനിക്കുന്നവനായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാമോ? വചനം ധ്യാനിക്കുന്ന യോശുവയുടെ അകത്തേക്ക് ഒരാശയം വരികയാണ്. ദൈവത്തിന്റെ ശബ്ദം വരികയാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാമോ? ആ ശബ്ദം വന്നത് ഇങ്ങനെയാണ്. നോക്ക, യോർദാൻ കരകവിഞ്ഞൊഴുകുന്നു. എന്നാൽ നീ ചെയ്യേണ്ടത് പുരോഹിതന്മാരോട് പറയണം, പെട്ടകം എടുത്തുകൊണ്ട് യോർദാനിൽ കരകവിയുന്ന യോർദാനിൽ ചവിട്ടണം. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാമോ? ഞാൻ ഇന്നലകളിൽ ചിന്തിച്ചിരുന്ന രീതിയിലല്ല ഇന്ന് അതിനെ ചിന്തിക്കുന്നത്. ഇന്നലകളിൽ ചിന്തിക്കുന്ന രീതിയിൽ അതിനെ ചിന്തിക്കുന്നത്. ഞാൻ ആ ചിന്തയിലേക്ക് മെല്ലെ നിങ്ങളെ കൊണ്ടുവരാം. യോശുവേ, നീ എങ്ങനെയാ ശബ്ദം കേട്ടത്? യോശുവേ, നീ എങ്ങനെയാ ശബ്ദം കേട്ടത്? നിന്നോട്
ദൈവശബ്ദം കേട്ടത് ഒരു വാക്കുകൾ മാത്രമാണോ? ഞാനിന്ന് അതിനെ കുറച്ചും കൂടി വ്യത്യാസമായി പറയും. യോശുവ ആ ശബ്ദം കേട്ടത് വാക്കുകൾ മാത്രമല്ല, അവൻ്റെ അകത്തൊരു ഡ്രീം വരുന്നുണ്ട്, ഒരു ചിത്രം വരുന്നുണ്ട്, ഒരു ചിന്ത വരുന്നുണ്ട്. ആ ചിന്ത എങ്ങനെയാണ്? ഒരു കൂട്ടം ആളുകൾ, ഒരു കൂട്ടം പുരോഹിതന്മാർ പെട്ടകം ചുമക്കുന്നു. അവർ കാലുകൾ വെള്ളത്തിൽ ചവിട്ടുന്നു. നിന്റെ അകത്ത് കാണുന്ന പല ചിത്രങ്ങളും ദൈവത്തിന്റെ അസാധാരണമായ ശക്തിയെ കൊണ്ടുവരുന്ന ദൈവത്തിന്റെ ആലോചനകളാണ്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? യോശുവയുടെ അകത്തേക്ക് ഒരു ശബ്ദം വരിക. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എൻ്റെ കൂടെ ഉണ്ടോ? കൈകളടിച്ചൊരു നല്ല ആമീൻ പറയാവോ? പിന്നെ യോശുവയോട് ഞാൻ മോശയോട് കൂടി ഇരുന്നതുപോലെ നിന്നോട് കൂടിയും ഇരിക്കും എന്ന് ഇസ്രായേൽ അറിയേണ്ടതിന് ഞാൻ ഇന്ന് അവർക്കാണ് നിന്നെ വലിയവനാക്കും. ഇനി എന്നെ ശ്രദ്ധിച്ച് കേൾക്കണേ. ദൈവം മോശയെ പോലെ യോശുവെ വലുതാക്കേണ്ടതിന് ദൈവം ചെയ്തത് ആദ്യം അവനോട് സംസാരിക്കുകയാണ് ചെയ്തത്. ഓ, നിങ്ങൾ ആരും എന്നെ കൈയടിച്ചില്ല. ഞാനൊന്നും കൂടെ പറയാം. യോശുവെ മോശയെ പോലെ ദൈവം വലുതാക്കാൻ ചെയ്തത് യോശുവയുടെ കൈകളിൽ ദൈവം ചെയ്തത്, അല്ലെങ്കിൽ യോശുവെ മോശയെ പോലെ വലുതാക്കാൻ ദൈവം ആദ്യം ചെയ്തത് യോശുവയോട് ദൈവം സംസാരിച്ചു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾ നോക്കിയേ, ആ ശബ്ദത്തെ തൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവന്നതാണ് മോശയെ പോലെ യോശുവയെ ദൈവം വലുതാക്കാൻ കാരണമായത്. ഞാനൊരു ദൂത് പറയട്ടെ. നിങ്ങൾ കേൾക്കുന്ന ശബ്ദത്തെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അറിയേണ്ടത് ദൈവം നിങ്ങളെ വലുതാക്കുകയാണ്. ഓ, നിങ്ങളുടെ തലയിൽ കയറിയൊന്നും എനിക്കറിയത്തില്ല. ഒന്നും കൂടെ ഞാൻ പറയാം. നിങ്ങൾ കേൾക്കുന്നത് ഒരു ചെറുതായിരിക്കാം, വലുതായിരിക്കാം, ഏത് ശബ്ദമാണെന്ന് എനിക്കറിയത്തില്ല. ആ കേൾക്കുന്ന ശബ്ദം പ്രാക്ടിക്കലി നിങ്ങളെപ്പോൾ കൊണ്ടുവരുന്നോ അപ്പോൾ മുതൽ ദൈവം നിങ്ങളെ ലിഫ്റ്റ് ചെയ്യാനായി ആരംഭിക്കും. ദൈവം ഒരാളെ ലിഫ്റ്റ് ചെയ്യാൻ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കോ, ദൈവം ഒരാളെ ലിഫ്റ്റ് ചെയ്യാൻ അത്ഭുതങ്ങളല്ല ആദ്യം ചെയ്യുന്നത്, പകരം ആദ്യം അവന്റെ ശബ്ദമാണ് കൊടുക്കുന്നത്. കൂടെ വന്നോ. ദൈവം എന്നാ ചെയ്യുന്നത്? ദൈവം ഒരാളെ ഉയർത്താൻ അത്ഭുതങ്ങളല്ല ചെയ്യുന്നത്, ആദ്യം അവന്റെ ശബ്ദമാണ് കൊടുക്കുന്നത്. ആ ശബ്ദം ആരാണോ പ്രാക്ടിക്കലി കൊണ്ടുവരുന്നത് അവിടെയാണ് ഉയർച്ച ഉണ്ടാകുന്നത്. ഞാൻ മെല്ലെ കണക്ട് ചെയ്യട്ടെ. നമ്മൾ ദൈവദിനം വായിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ശബ്ദം കേൾക്കാറുണ്ട്. അത് പേപ്പറിൽ ഒതുങ്ങിപ്പോയി, പുസ്തകത്തിൽ എഴുതി വെച്ചു. പക്ഷേ പുസ്തകത്തിൽ എഴുതി വെക്കുന്നവരല്ല ദൈവം ഉയർത്താൻ പോകുന്നത്, പകരം അത് ലഭിച്ചത് പ്രാക്ടിക്കലി കൊണ്ടുവരുന്നവർ ഉയരാനായി തുടങ്ങും. ഒരു 4 പേര് വരാവോ? ഓടിയോ, അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കാവോ? 4 പേര് അങ്ങോട്ട് രണ്ട് സൈഡിലായിട്ട് നിന്നിട്ട് 2 പേരും കൂടെ ഇപ്പുറത്ത് വരാവോ? ഇപ്പുറത്ത് സാറ് മുമ്പിൽ നിന്നേ, സാറിന്റെ മുമ്പിൽ സൈഡിൽ നിന്നേ. നിങ്ങൾ ശ്രദ്ധിക്കണേ. യോശുവ ദൈവത്തിൽ നിന്ന് കേട്ട ശബ്ദത്തെ ഇസ്രായേൽ ജനത്തോട് പറയുക. അവരെന്ത് ചെയ്യണം? ആ കസേരയും കിടത്തെ. ഇത് പെട്ടകമാണേ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? യോശുവ കേട്ടത് അവരോട് ഒന്ന് പറയുക, നിങ്ങൾ ഈ പെട്ടകമായിട്ട് വെള്ളത്തിലേക്ക് കാല് വെക്കണം. കേട്ടതല്ല കാര്യം, പ്രാക്ടിക്കൽ ആക്കുന്നതാ കാര്യം. നമ്മൾ ഇതുപോലെ എന്തെല്ലാം ശബ്ദം കേട്ടിട്ടുണ്ട്, പക്ഷെ അതെല്ലാം പേപ്പറിലും വീട്ടിലും ഇരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ ആരാണോ ആ ശബ്ദത്തെ പ്രാക്ടിക്കൽ ആക്കുന്നത് അവിടെ അത്ഭുതം ആരംഭിക്കുന്നത്. നിങ്ങൾ ചോദിക്കോ, എന്റെ പ്രതീക്ഷയിൽ യോശുവയുടെ കൂടെ ഉണ്ടായിരുന്നവരാരും തന്നെ
ഈ വെള്ളപ്പൊക്ക സമയത്ത് തന്നെ നമുക്ക് പുറപ്പെടണമെന്ന് ചോദിച്ചു കാണത്തില്ല. യോശുവയുടെ കൂടെ നിൽക്കുന്ന ആരും തന്നെ ഈ വെള്ളപ്പൊക്ക സമയത്ത് ഈ വെള്ളത്തെ ചവിട്ടാൻ നിൽക്കണമെന്ന് ചോദിച്ചു കാണത്തില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാവോ? അവരെ അങ്ങനെ തന്നെ അനുസരിച്ചു. അവര് പറഞ്ഞതിന്റെ പുറകിൽ വെള്ളപ്പൊക്കത്തിൽ വെള്ളം പൊങ്ങി നിൽക്കുന്ന ആ നദിയുടെ കരയിലേക്ക് ഇറങ്ങി കാലുകൾ ചവിട്ടി. കാല് ചവിട്ടുന്നവരെ വെള്ളത്തിനൊന്നും സംഭവിച്ചില്ല. പക്ഷെ വക്കത്ത് ചവിട്ടിയപ്പോ വെട്ടുകൊണ്ട് മുറിഞ്ഞതുപോലെ അത് മുറിയാൻ തുടങ്ങി. ദൂത് നിങ്ങളോടാ. ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് ആദ്യ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴേ നിങ്ങളുടെ മുമ്പിലെ യോർദാൻ രണ്ടാകാനായി തുടങ്ങും. ഇവര് ഉണങ്ങിയ സ്ഥലത്തേക്ക് എത്തിയില്ല. ആ പെട്ടകവുമായിട്ട് അവർ നദിയുടെ നടുക്കിലെത്തിയില്ല. പക്ഷെ അതിനേക്കാൾ മുമ്പ് മിറക്കിൾ നടന്നു കഴിഞ്ഞു. അവരക്കരെ കടന്നില്ല, അതിനേക്കാൾ മുമ്പ് അത്ഭുതം നടന്നു കഴിഞ്ഞു. ആരെങ്കിലും ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് ഒരു സ്റ്റെപ്പ് വെച്ചാൽ അതോടെ യോർദാൻ മുറിയും. അതോടെ കൂടെ ഉണ്ടെങ്കിൽ കൈയടിക്കുക, ആമേൻ പറ. യോർദാനെ രണ്ടാക്കുന്നത് നിന്റെ പരിശ്രമമല്ല, അധ്വാനമല്ല, കേട്ട ശബ്ദത്തെ പ്രാക്ടിക്കലിൽ കൊണ്ടുവരുന്നതാണ്. താങ്ക് യു. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. നിങ്ങളും ഞാനും ദൈവശബ്ദം കേൾക്കുന്നുണ്ടോ? പക്ഷേ ആ ശബ്ദത്തെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരുന്നില്ല. എന്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? ദൈവം ഒരു ജോൺ ദാരുവിനെ അല്ല അതിനെ എഴുന്നേൽപ്പിച്ചത്. ദൈവം നിങ്ങളെ ഓരോരുത്തരും അതിനെ എഴുന്നേൽപ്പിച്ചിരിക്കുകയാണ്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. ശബ്ദം ഹല്ലേലൂയ പറ. നിങ്ങളുടെ കൈകളിലേക്ക് അവന്റെ വേർഡ് തരുമ്പോ അവന്റെ ഉദ്ദേശം പറയാം, അവന്റെ ചുറ്റുപാടും ഒരു അത്ഭുതം, അവന്റെ വീട്ടിലൊരു അത്ഭുതം, അവൻ സഞ്ചരിക്കുന്നിടത്തൊരു അത്ഭുതം. അങ്ങനെയാ ശുശ്രൂഷ ആരംഭിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, മണ്ടത്തരം എന്ന് തോന്നുന്ന പല കാര്യങ്ങളും നമ്മൾ ദൈവത്തിൽ നിന്ന് കേൾക്കാറുണ്ടോ? നിങ്ങളിപ്പോ കൈയടിച്ചു, തുള്ളിച്ചാടി, ബഹളം വെച്ചു, ഒക്കെ ശരിയാ. പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാവോ? ഈ പുള്ളി കാണിച്ചു ശുദ്ധ മണ്ടത്തരമല്ലേ? വെള്ളം കുത്തി ഒഴുകുന്നതിന് അടിയിലേക്ക് ഇറങ്ങിച്ചെല്ലാം. നിങ്ങൾ നദിയിലെ വെള്ളപ്പൊക്കം കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? വെള്ളപ്പൊക്കം കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? കര കവിഞ്ഞ് നദി ഒഴുകുന്നത് കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ടി വിയിലെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുള്ളവരുന്ന കരമേർത്തിക്ക് അതിനെ അടുത്തു പോകാൻ ഭയം വരും. ഈ പുള്ളിക്കാരൻ പറയുന്നത് എന്നാന്നറിയോ? വെള്ളപ്പൊക്കത്തിലേക്ക് ഇറങ്ങാനാണ്. ചിലരോട് ഞാൻ ദൂത് പറയുക കേട്ടോ, നിനക്ക് തോന്നും നീ വെള്ളപ്പൊക്കത്തിലേക്ക് ഇറങ്ങുവാന്ന്, പക്ഷെ അത് വെള്ളപ്പൊക്കത്തിന്റെ അവസാനമാണ്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. നിനക്ക് തോന്നും വെള്ളപ്പൊക്കത്തിലേക്ക് ഇറങ്ങുവാന്ന്, പക്ഷെ അത് വെള്ളപ്പൊക്കത്തിന്റെ അവസാനമാണ്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. ഒന്നും കൂടെ ഞാൻ പറയാം. നിനക്ക് തോന്നും നീ ഇറങ്ങുന്നത് ഒരു വെള്ളപ്പൊക്കത്തിന്റെ ഉള്ളിലെ അല്ലല്ല, നീ ഇറങ്ങുന്നത് ആ വെള്ളപ്പൊക്കത്തെ അവസാനിപ്പിക്കാനാ. ഇനി അവിടെ ഒരു വെള്ളപ്പൊക്കം ഇല്ല, ഇനി അവിടെ ഒരു അണക്കെട്ടേ ഉള്ളൂ, ഇനി അവിടെ ഒരു വഴിയേ ഉള്ളൂ. നീ ഇറങ്ങുന്ന സ്ഥലത്ത് ഒരു വാതിൽ തുറന്നു വരും, നീ ഇറങ്ങുന്ന സ്ഥലത്ത് ഒരു വഴി തുറന്നു വരും. അത് ഒരാൾക്ക് വേണ്ടിയല്ല, 10,000 കയറാനുള്ളൊരു വഴി തുറന്നു വരും. ഞാൻ സഭയോടൊരു ദൂത് പറയുക. ജോൺ ദാരു ആ വെള്ളപ്പൊക്കത്തിൽ ഇറങ്ങിയെന്ന് നിങ്ങൾ വിചാരിക്കുന്നേ, പക്ഷെ നിങ്ങൾ അറിഞ്ഞോണം, 1000 വേണ്ടി ഒരു വഴി തുറന്നു വരുക. ആരെങ്കിലും വെള്ളപ്പൊക്കത്തിൽ ഇറങ്ങാൻ റെഡിയാണോ? ആരെങ്കിലും പെട്ടകവുമായിട്ട് നടക്കാൻ തയ്യാറാണോ? സാന്നിധ്യമായിട്ട് ഇറങ്ങാൻ തയ്യാറാണോ? വീക്ഷിക്കുന്നവർ പറയും ഇവരെന്നതാ ചെയ്യുന്നേ, പുറത്തു നോക്കുന്നവർ എന്നാ ചെയ്യും, ഇവരെന്നതാ ചെയ്യുന്നേ. പക്ഷെ നാളത്തെ റിസൾട്ട് പറയും, അവരുടെ കൂടെ കൂടിയാൽ മതിയായിരുന്നു, അവരുടെ കൂടെ കൂടിയാൽ മതിയായിരുന്നു, അവരുടെ കൂടെ കൂടിയാൽ മതിയായിരുന്നു. ഞാൻ ഒരു പടി കൂടെ കയറി പറയട്ടെ. ശിഷ്യന്മാര് 11 പേര് വള്ളത്തിലിരിപ്പുണ്ട്.
ഒരുവൻ എഴുന്നേറ്റ് ചോദിച്ചു, വരുന്നതാരാ? യേശു പറഞ്ഞു, ഇത് ഞാനാണ്, കാണാൻ വയ്യ. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, കാണാൻ വയ്യ പക്ഷെ കേൾക്കാനുണ്ട്. പറ, കാണാൻ പറ്റത്തില്ല പക്ഷെ ചിലത് കേൾക്കാൻ പറ്റും. പറ, കാണാൻ കഴിയുന്നില്ല, നിൽക്കുന്നത് ആരാന്ന് അറിയാൻ വയ്യ, ഭൂതമാണോ ദൈവമാണോ അറിയാൻ വയ്യ, പക്ഷേ ഒരു ശബ്ദം കേൾക്കാം. അത് നിന്റെ ഫെമിലിയർ ശബ്ദമാണെങ്കിൽ, അത് നിനക്ക് അറിയാവുന്ന ശബ്ദമാണെങ്കിൽ അതിന് അനുകൂലമായി കാലുവെക്ക്. മറ്റുള്ളവരെ ലജ്ജിപ്പിക്കുന്നു നീ ചെയ്തെടുക്കും. അടുത്തിരിക്കുന്നവര് പറയുന്നത്, അടുത്തിരിക്കുന്നവരോട് പറ, ചിലത് ചിലപ്പോ കാണാൻ കഴിയത്തില്ല. കൊടുങ്കാറ്റിന് നടുവിലെ, ചുഴലിക്കാറ്റിന് നടുവിലെ, വെള്ളപ്പൊക്കത്തിന് നടുവിലെ, ഇരുട്ടിന്റെ നടുവിലെ ചിലത് കാണാൻ കഴിയത്തില്ല. പക്ഷെ അതിന്റെ നടുവിൽ ചിലത് കേൾക്കാൻ കഴിയും, ചിലത് കേൾക്കാൻ കഴിയും. കാറ്റുണ്ടോ? ഉണ്ട്. തിരമാലയുണ്ടോ? ഉണ്ട്. അതോ വെള്ളം പൊങ്ങുകയാണോ? ഉണ്ട്. പക്ഷെ അതിന്റെ നടുവിൽ ആരോ ഒരാൾ സംസാരിക്കുന്നുണ്ട്, ആരോ ഒരാൾ സംസാരിക്കുന്നുണ്ട്. നിന്റെ കൊടുങ്കാറ്റിന്റെ നടുവിൽ, ചുഴലിക്കാറ്റിന്റെ നടുവിൽ, കടൽ ക്ഷോഭത്തിന്റെ നടുവിൽ, മുങ്ങുമെന്ന് തോന്നുന്ന നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ ആരോ ഒരാൾ സംസാരിക്കുന്നുണ്ട്. ആ സംസാരം കേൾക്കുന്നവനാണ് വിജയത്തിലേക്ക് ഇറങ്ങുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ശബ്ദം എന്നാന്നറിയോ? വെള്ളത്തിലേക്ക് വരാനാണ്. ശബ്ദം എന്നാന്നറിയോ? പ്രകൃതിയാതീതമായ കാര്യം ചെയ്യാനാണ്. ശബ്ദം എന്നാന്നറിയോ? ബോട്ടിൽ നിന്ന് പുറത്തിറങ്ങാനാണ്. ശബ്ദം എന്നാന്നറിയോ? തിരമാലയുടെ മേൽ ചവിട്ടാനാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? അത്ഭുതം കാണാൻ നീ വള്ളത്തിലിരുന്നാൽ പറ്റത്തില്ല, നീ ഗോദയിലേക്ക് ഇറങ്ങിയാലേ പറ്റത്തുള്ളൂ. ഒന്ന് കൈയടിച്ചു ഒരു ആമേൻ പറ. പ്രശ്നങ്ങളില്ലാതെ നിനക്ക് അത്ഭുതങ്ങൾ, പ്രശ്നങ്ങളില്ലാതെ നീ അവിടെ നിന്ന് പുറത്തേക്ക് വരാമെന്നാ വിചാരിച്ചതെങ്കിൽ യോശുവിന് പറയാനുള്ളത്, അവർ 11 പേരും പ്രശ്നങ്ങളില്ലാതെ അക്കരെ കയറട്ടെ, കുഴപ്പമില്ല. പക്ഷേ നീ കയറേണ്ടത് അത്ഭുതങ്ങളുടെ അക്കരെ കയറണം. 2 പേരും അക്കരെ ചെന്നു. ഒരാൾ വെള്ളത്തിന് മീതെ നടന്നു ചെന്നു, ഒരാൾ വള്ളത്തിൽ യാത്ര ചെയ്തു. ആരുടെ കൂട്ടത്തിലാ നിങ്ങളെന്ന് നിങ്ങളാ തീരുമാനിക്കേണ്ടതാ. എന്റെ കൂടെ എത്തിയോ? ഒരു ഹല്ലേലൂയ പറയാവോ? ശബ്ദം ഹല്ലേലൂയ പറയാവോ? ഇരുട്ടിലെ ശബ്ദം കേൾക്കാം. പറ, കാണാൻ കഴിഞ്ഞില്ലെന്ന് വരാം, ശബ്ദം കേൾക്കാം. കാറ്റിന് നടുവിൽ ശബ്ദം കേൾക്കാം. ആരോ ഒരാൾ എന്നോട് ഇങ്ങനെ പറയുന്നു കേട്ടിട്ടുണ്ട്, നമ്മൾ പ്രശ്നത്തിന്റെ നടുവിൽ നമുക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കത്തില്ല. ആ പറഞ്ഞ ആളും കള്ളനാ, പറയുന്ന ആളും കള്ളനാ. പ്രശ്നം കൂടുന്നതനുസരിച്ച് നമ്മൾ ദൈവശബ്ദം കേൾക്കാൻ കഴിയത്തില്ല. ആ പറയുന്നതേ കള്ളന്മാരാണ്. പ്രശ്നം കൂടുന്നതനുസരിച്ച് എൻ്റെ കർത്താവ് കൂടെ ഉണ്ടാവും. അതിന് പല ഉദാഹരണങ്ങളും ഉണ്ട്. നമ്മൾ പറയും, ഒരു കടൽ തീരത്ത് കൂടെ നടക്കുന്ന മനുഷ്യൻ സ്വർഗത്തിൽ ചെന്നപ്പോൾ, നിങ്ങൾ അങ്ങനെ കഥ കേട്ടിട്ടോന്ന് എനിക്ക് തോന്നുന്നു, പറയാൻ വയ്യ ഇനിയിപ്പോ. ബ്രദറെ, നീ പ്രശ്നങ്ങളാകുമ്പോൾ എൻ്റെ കർത്താവ് മിണ്ടാതിരിക്കുകയല്ലേ ചെയ്യുന്നത്, ചെറിയ കാര്യത്തിൽ പോലും അവൻ നിന്നോട് സംസാരിക്കുക ചെയ്യുന്നത്. തെറ്റായ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, അറിവില്ലായ്മയാണ്. നീ ചെറിയ പ്രശ്നത്തിലാണ്, വലിയ പ്രശ്നത്തിലാണ്, ഏത് പ്രശ്നത്തിലാണെങ്കിലും കർത്താവ് നിന്റെ കൂടെയാ. അവൻ നിന്നോട് സംസാരിച്ചോണ്ടേയിരിക്കും. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറ. ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ വചനം നിങ്ങളുടെ അകത്ത് വരുന്നത് ആരാണോ അനുസരിക്കുന്നത് അവരെ മാത്രമേ ദൈവത്തിന് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കാൻ കഴിയത്തുള്ളൂ, മറ്റുള്ളവരുടെ നടുവിൽ ഉയർത്താൻ കഴിയത്തുള്ളൂ, ഇന്നലകളിൽ ശുശ്രൂഷവരിൽ നിന്ന് വ്യത്യസ്തമായി ഉയർത്തിപ്പിടിക്കാൻ പറ്റത്തുള്ളൂ, ഒരു മോശയെ പോലെ ചിലതിനെ എഴുന്നേൽപ്പിക്കാൻ പറ്റത്തുള്ളൂ. ദൈവശബ്ദം കേട്ടിട്ട് ആക്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ആളുകൾ എന്നോട് ചോദിക്കുന്നത്, തിരുവനന്തപുരത്ത് തന്നെ 100 ഏക്കർ മേടിക്കണം നിർബന്ധമുണ്ടോ? അത് നാഗർകോവിലോട്ട് എങ്ങനെ ആയാലും കുഴപ്പമില്ല, നമുക്ക് റിട്രീറ്റ് അവിടെ നടത്തിയാലും കുഴപ്പമില്ലല്ലോ, ആ പൈസ കൊണ്ട് 4 ചർച്ചും കൂടെ വെച്ചൂടെ? ഇടുവേ. അപ്പം എൻ്റെ അർത്ഥം, ഇവിടെ തരാൻ പൈസ തരാൻ ദൈവത്തിന് കഴിയത്തില്ല, അവിടെ തരാൻ കഴിയും. പിന്നെ ബാക്കി ചർച്ച പണിയുന്ന കാര്യത്തിലും കർത്താവ് കുറച്ച് കഷ്ടപ്പാടില്ല. അതുകൊണ്ട് അവിടെയൊക്കെ ഉള്ള പൈസ ഒരുമിച്ചിട്ട് നമുക്ക് കർത്താവിന് എന്ത് ചെയ്യാം? എടാ, കർത്താവിനൊരു ദാരിദ്ര്യം വന്നില്ല, നിന്റെ വിശ്വാസത്തിന് ദാരിദ്ര്യം വന്നിട്ടുള്ളൂ. എന്നാ ചെയ്യണം? സോളി, എനിക്ക് ദാരിദ്ര്യമുള്ള ഒരു കാര്യമാണ് വിശ്വാസം. ഒരു കാര്യത്തിൽ ഞാൻ ഇതുവരെ പുതിയ വണ്ടി മേടിച്ചില്ല.
ഞാനതിന് പറഞ്ഞു 2 ലക്ഷം രൂപ കൂടെ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, 2 ലക്ഷം രൂപ കുറച്ച് കിട്ടത്തില്ലേ പഴയ വണ്ടിയാണെങ്കിൽ. 2 ലക്ഷം രൂപ ലാഭം വെച്ചിട്ട് ഞാൻ 2 ലക്ഷം രൂപ ആർക്ക് കൊടുക്കാൻ പോവാ? സുവിശേഷ വിലയ്ക്ക് കൊടുക്കുമോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കാം. എൻ്റെ 2 ലക്ഷം രൂപ കിട്ടിയിട്ടില്ലേ കർത്താവിൻ്റെ ദാരിദ്ര്യം തീരത്തുള്ളൂ. സത്യത്തിൽ എൻ്റെ തലയിൽ ആ ദാരിദ്ര്യമുള്ളേ. ഞാൻ എൻ്റെ കർത്താവിനെ ചെറുതായി കാണുക. നിങ്ങളെന്താ സ്വത്രം പോയെ? ഞാൻ വർഷങ്ങളോളം പറഞ്ഞൊരു ഉദാഹരണമുണ്ട്, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. 2002 ഞാൻ ഒരിക്കൽ എറണാകുളത്ത് പ്രസംഗിക്കാൻ പോയി. പ്രസംഗിക്കുന്നതിനിടയിൽ അന്ന് പ്രസംഗം കഴിഞ്ഞപ്പോൾ എൻ്റെ ബെൽറ്റ് പൊട്ടിപ്പോയി, പാൻറ്റിൻ്റെ ബെൽറ്റ് പോയി, ബക്കിളൊടിഞ്ഞു പോയി. എൻ്റെ കൂടെ ഒരു സഹോദരനുണ്ട്. ആ സഹോദരൻ എന്നെ അടുത്തൊരു ഷോപ്പിൽ കൊണ്ടുപോയി ബെൽറ്റ് വാങ്ങാനായി പോയി. ചെന്നത് ഞാൻ പാർക്ക് അവന്യൂ എന്ന് പറയുന്ന ബെൽറ്റിൻ്റെ അല്ലെങ്കിൽ ഷർട്ടിൻ്റെ കമ്പനിയിലാണ് പോയത്. ഞാൻ നോക്കിയപ്പോൾ അന്നത്തെ വില 850-900 രൂപയാണ് ഒരു ബെൽറ്റിൻ്റെ വില. 2002 കാര്യമാണ്. ഞാൻ പുള്ളിയോട് പറഞ്ഞു, അന്ന് 25 രൂപയോ 50 രൂപ ഉണ്ടെങ്കിൽ ഒരു ബെൽറ്റ് കിട്ടും. ഞാൻ പറഞ്ഞു എനിക്ക് ഈ ബെൽറ്റ് വേണ്ട. പുള്ളി ചോദിച്ചു കാരണം എന്താ? അന്ന് 900 രൂപ ഉണ്ടെങ്കിൽ ഒരു ചാക്ക് അരി കിട്ടും. പുള്ളി പറഞ്ഞു, ഞാൻ പറഞ്ഞു ഒരു ചാക്ക് അരി എനിക്ക് മേടിച്ച് തന്നാൽ മതി, ഞാൻ 50 രൂപയുടെ ബെൽറ്റ് പുറത്തുനിന്ന് മേടിച്ചോളാം. പുള്ളി ഞാൻ തിരിച്ചൊന്നും മറുപടി പറഞ്ഞില്ല. പുള്ളി ബ്രദറിന് ഇഷ്ടപ്പെട്ട ബെൽറ്റ് ഏതാ, സൈസ് ഏതാ, പുള്ളി സൈസ് നോക്കി പുള്ളി ബെൽറ്റ് മേടിച്ചു. ഞാൻ പുള്ളിയുടെ തലകുത്തി എന്ന് പറഞ്ഞു, ആ പൈസ തന്ന അരിയുടെ ഒരു ചാക്ക് അരി മേടിക്കാമെന്ന്. പുള്ളി 1000 രൂപ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ബ്രദറിന് അരിയും മേടിച്ചോ, ഈ ബെൽറ്റും കയ്യിലിരുന്നിട്ട്. ഞാൻ തിരിച്ചു പോരാൻ നേരത്തെ ഇങ്ങനെ ചിന്തിച്ചേ, സജി എന്ന് പറഞ്ഞൊരു ബ്രദറാണ് ചെയ്തത്. അന്ന് നിങ്ങൾ സഹിച്ചാന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത്. സഹിച്ചാൻ ഇങ്ങനെ ചെയ്യാമെങ്കിൽ എൻ്റെ ദൈവത്തിന് എത്രത്തോളം അങ്ങനെ ചെയ്യാം? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നമ്മൾ ദൈവത്തെ ചെറുതായാ കാണുന്നേ. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ആമേൻ പറഞ്ഞേ. നിങ്ങൾ അറിയേണ്ടത്, പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവം നേരിട്ടിറങ്ങാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ദൈവമേ ഒരു ദൂതനെ അയക്കാനാണ് പ്രാർത്ഥിക്കുന്നത്. ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങൾ പ്രാർത്ഥിക്കാം. പക്ഷെ പ്രശ്നങ്ങളുടെ നടുവിൽ നിനക്ക് വേണ്ടത് ദ വേർഡ് ഓഫ് ദ ലോർഡ് ആണ്. നീ ആ വേർഡ് ഓഫ് ദ ലോർഡ് കേൾക്കുമ്പോൾ നീ വിചാരിച്ചോണം, എൻ്റെ ഉള്ളിൽ തോന്നിയതല്ല, ദൈവം വെളിപ്പെട്ടിരിക്കുകയാണ്. ആമേൻ. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. അത് നീ പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവരാൻ തുടങ്ങുമ്പോൾ സ്വർഗം മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. സ്വർഗത്തിനെ ഞാൻ സ്റ്റേറ്റ്മെന്റ് പറയാൻ പോവാ. സ്വർഗത്തിനെ ഈ ഭൂമിയിൽ വെളിപ്പെടേണ്ടതിനെ, മാനിഫെസ്റ്റ് ചെയ്യേണ്ടതിനെ നിന്റെ കൈകളിൽ തരുന്ന പ്രധാനമായ അനുഭവത്തെയാണ് അവൻ്റെ ശബ്ദം എന്ന് പറയുന്നത്. ഞാനൊന്നും കൂടെ പറയാം. ദൈവത്തിന് ഈ ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യേണ്ടതിനെ, മാനിഫെസ്റ്റ് ചെയ്യേണ്ടതിനെ ദൈവം നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് അവൻ്റെ ശബ്ദമാണ്. ആരെങ്കിലും ദൈവത്തെ ഈ ഭൂമിയിൽ മാനിഫെസ്റ്റ് ചെയ്യിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, നീ എന്ത് ചെയ്താൽ മതി? അവൻ്റെ ശബ്ദം കേട്ടിട്ട് ആ ശബ്ദത്തെ പ്രാക്ടിക്കലേക്ക്, വെളിയിലേക്ക് കൊണ്ടുവന്നാൽ മതി. ദൈവം മാനിഫെസ്റ്റഡ് ആകും. ഒന്നും കൂടെ ഞാൻ പറയാം. ആരെങ്കിലും ദൈവത്തിന്റെ ശബ്ദം കേട്ട്, മോള് കേൾക്കുന്നോ? ആറ്റിങ്ങൽ നിന്റെ കുഞ്ഞ് നടക്കത്തില്ല, ഇരിക്കത്തില്ല. നീ അതിന് വേണ്ടത് അവന്റെ ശബ്ദം കേൾക്കുകയാ. ആ ശബ്ദം നീ കേട്ടിട്ട് എന്ത് നീ ചെയ്യുന്നു അവിടെ വെളിപ്പെടുന്നു. അവൻ തന്നെയാ വെളിപ്പെടാൻ പോകുന്നത്. ദൈവത്തെ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തുന്നത് അവന്റെ ശബ്ദത്തിലൂടെയാണ്. ദൈവം ഭൂമിയിൽ അവനെ തന്നെ വെളിപ്പെടുത്തുന്നത് അവന്റെ ശബ്ദത്തിലൂടെയാണ്. അവന്റെ ശബ്ദം കേൾക്കുന്നവർ അവനെയാണ് അനുഭവിക്കുന്നത്. അവന്റെ ശബ്ദം കേൾക്കുന്നവർ അവനെയാണ് അനുഭവിക്കുന്നത്. അവന്റെ ശബ്ദം കേൾക്കുന്നവർ, കൈ അടിച്ചൊരു ആമേൻ പറ. അവന്റെ ശബ്ദം കേൾക്കുന്നവർ അവനെയാണ് അനുഭവിക്കുന്നത്. ഇനി അടുത്ത വാചകം ശ്രദ്ധിച്ചേ. അവന്റെ ശബ്ദം അനുസരിക്കുന്നവർ അവനെയാണ് ഈ ഭൂമിയിൽ കൊണ്ടുവരുന്നത്. എനിക്കത് എത്രത്തോളം നിങ്ങളുടെ തലയിൽ കയറിയെന്ന് എനിക്കറിയത്തില്ല. അവന്റെ ശബ്ദം അനുസരിക്കുന്നവർ അവനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരികയാണ്.
നിങ്ങൾ ആരെങ്കിലും അവന്റെ ശബ്ദം അനുസരിച്ചാൽ അവനെ നിങ്ങൾ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരികയാ എന്ന് പറഞ്ഞാൽ അവനെ ചിലത് ചെയ്യാൻ നിങ്ങൾ പാത്രങ്ങളാകുകയാ. അവന്റെ ശബ്ദം നമ്മൾ ചെയ്യാൻ തുടങ്ങിയാൽ അവനെ നമ്മൾ ഇവിടെ കൊണ്ടുവരുക. സോളി ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതെല്ലാവർക്കും പിടികിട്ടി കാണത്തില്ല. സോളി മുളങ്ങ് വന്നേ. എന്നോട് പറഞ്ഞു, കർത്താവ് പറഞ്ഞു, കർത്താവിന്റെ വചനം പറഞ്ഞു തലയിൽ കൈവയ്ക്കാൻ. ഞാനത് കേട്ടതേ ഉള്ളൂ. ആ നിമിഷം മുതൽ അവനെ കൊണ്ടുവരികയാണ് ചെയ്തത്. അവിടെ ഞാനൊന്നും ചെയ്തില്ല. പക്ഷെ ആരെ കൊണ്ടുവന്നറിയോ? നിങ്ങൾ നേമയും പറയാത്ത. ഞാനതിനെ കൊണ്ടുവന്നപ്പോ, ഞാനത് പ്രാക്ടിക്കലേക്ക് കൊണ്ടുവന്നപ്പോ സത്യത്തിൽ അവിടെ വെളിപ്പെട്ടത് ദൈവം തന്നെയാ. ഞാൻ രോഗത്തിന്റെ മേൽ കൈവച്ച് പോ എന്ന് പറഞ്ഞപ്പോ അത് പുസ്തകത്തിൽ നിന്ന് എനിക്ക് ലഭിച്ച ബോധ്യമാണ് ചെയ്തതെങ്കിൽ ഞാൻ കൊണ്ടുവന്നത് അവനെ തന്നെയാ കൊണ്ടുവന്നത്. ഞാൻ അവസാനിപ്പിക്കുക. ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാവോ? നിങ്ങളിൽ ചിലരെ ദൈവം ഉയർത്താൻ പോകുന്നു. വേറൊരാളോട് എനിക്ക് പറയാനുള്ളത്, മോശയെ ഉയർത്തിയതുപോലെ ചിലരെ ദൈവം ഉയർത്താൻ പോകുന്നു. മോശയോട് കൂടി ഇരുന്നതുപോലെ ഞാൻ നിന്നോട് കൂടി ഇരിക്കുമെന്ന് യോശുവോട് പറഞ്ഞതുപോലെ നിങ്ങളോട് ചിലരോട് കർത്താവ് സംസാരിക്കുന്നു. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കണേ, നിന്നോണ്ട് കേൾക്കണേ. പിന്നെ യഹോവ യോശുവയോട്, ഞാൻ മോശയോട് കൂടി ഇരുന്നതുപോലെ നിന്നോട് കൂടിയിരിക്കും എന്ന് ഇസ്രായേൽ എല്ലാം അറിയേണ്ടതിന് ഞാൻ ഇന്ന് അവർ കാണുക നിന്നെ വലിയവനാക്കും. എങ്ങനെയാന്ന് പറയാം. നിയമപെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാനിലെ വെള്ളത്തിൻ്റെ വക്കത്തെത്തുമ്പോൾ യോർദാനിൽ നിൽക്കാൻ കൽപ്പിക്കുക എന്ന് അരുളി ചെയ്തു എന്ന് പറഞ്ഞാൽ ദൈവം അത് ചെയ്തത് മോശയോട് കൂടിയിരുന്നതുപോലെ യോശുവയുടെ കൂടെ ഉണ്ടെന്നും മോശ ഉയർത്തിയതുപോലെ ദൈവം യോശുവ ഉയർത്തുന്ന രീതിയും ദൈവം ചെയ്ത എന്നാന്നറിയോ? അവനോട് പറഞ്ഞു, നീ ഞാൻ പറയുന്നത് അങ്ങ് പറഞ്ഞാൽ മതി. ആ പറയുന്നത് സംഭവിക്കുമ്പോൾ നീ ഉയരാനായി തുടങ്ങും. ആമേൻ. എന്ന് പറഞ്ഞാൽ നീ കേട്ടത് പറയാൻ തുടങ്ങുമ്പോൾ ദൈവം അവൻ ആഗ്രഹിച്ച വിധത്തിൽ നിന്നെ ഉയർത്താനായി തുടങ്ങും. ആമേൻ. നിന്റെ ഉയർച്ച ഇരിക്കുന്നത് അവന്റെ ശബ്ദത്തിലാണ്. നിന്റെ ഗ്ലോറി ഇരിക്കുന്നത് അവന്റെ ശബ്ദത്തിലാണ്. നിന്റെ പ്രൊമോഷൻ ഇരിക്കുന്നത് അവന്റെ ശബ്ദത്തിലാണ്. നിന്റെ ശുശ്രൂഷ ഇരിക്കുന്നത് അവന്റെ ശബ്ദത്തിലാണ്. കൂടെ ഉണ്ടെങ്കിൽ കൈയടിക്കുക. ആമേൻ പറ. നിന്റെ സമ്പത്തിരിക്കുന്നത് അവന്റെ ശബ്ദത്തിലാണ്. നിന്റെ ആരോഗ്യം ഇരിക്കുന്നത് അവന്റെ ശബ്ദത്തിലാണ്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചു ആമേൻ പറ. ദൈവം പറയുക, ഞാൻ മോശയോട് കൂടി ഇരുന്നതുപോലെ നിന്റെ കൂടി ഇരിക്കുകയും എന്ന് മോശ ഉയർത്തിയതുപോലെ ഞാൻ നിന്നെ ഉയർത്തുന്നു എന്ന് ലോകം അറിയേണ്ടതിന് ഇത് നീ പറയണം, ഇത് നീ പറയണം, ഇത് നീ ചെയ്യണം. നീ അത് പറഞ്ഞാൽ ഞാനത് ചെയ്യും എന്ന് പറഞ്ഞാൽ യോശുവ വാ തുറക്കുന്നത് വരെ ദൈവത്തിന് ചിലത് ചെയ്യാൻ പറ്റത്തില്ല. യോശുവ വാ തുറന്നാൽ ദൈവത്തിന് ചിലത് ചെയ്യാൻ പറ്റും. നിങ്ങൾ വിചാരിക്കരുത് പുരോഹിതന്മാർ വെള്ളത്തിൽ കാല് ചവിട്ടിയപ്പോഴും അത്ഭുതം നടന്നതെന്ന്. ഞാൻ വിശ്വസിക്കുന്നില്ല. യോശുവ എപ്പോഴാണോ അത് പറഞ്ഞത് അപ്പോഴേ അത്ഭുതം നടന്നു. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു? യോശുവ അത് എൻ്റെ പ്രതീക്ഷയില് വെള്ളപ്പൊക്കവും വെള്ളവും ആരാ ചവിട്ടാൻ ഇവന്മാർ ഇതുവരെ ചവിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുമായിരിക്കും. എൻ്റെ പ്രതീക്ഷ ഞാൻ പറയുന്നത്. വെള്ളപ്പൊക്കം എന്ത് നോക്കിയിരിക്കുവോ? ആരും ചവിട്ടിയില്ലല്ലോ ഇതുവരെ. നിങ്ങൾക്ക് മനസ്സിലാവുന്നു? അത്ഭുതം എപ്പോഴാണ് നടന്നതെന്നറിയോ? എപ്പോഴാണോ താൻ കേട്ടത് പറഞ്ഞത് അപ്പോഴാണ് അത്ഭുതം നടന്നത്. അടുത്തിരിക്കുന്നവരോട് പറ, വചനം ധ്യാനിക്കണം, ദൈവത്തിൽ നിന്ന് കേൾക്കണം. അത്ഭുതം നിങ്ങളുടെ പുറകെ സഞ്ചരിക്കാൻ തുടങ്ങും. അത്ഭുതങ്ങൾ നിങ്ങളുടെ പുറകെ സഞ്ചരിക്കാൻ തുടങ്ങും. അത്ഭുതങ്ങളുടെ രഹസ്യം അവനാണ്, അവന്റെ വചനമാണ്.